ഞാനൊരു 3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാണ്ട് ചെയ്യാം, നമുക്ക് ഓൺലൈനിലൂടെ അല്ലാത്ത ടെക്നിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അറിവ് ഉപയോഗിച്ച് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് അതിൽ നിന്ന് തെറ്റുകൾ കണ്ട് പഠിക്കാമെന്ന്. പക്ഷെ അത് എൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരായിരുന്നു എന്നുള്ളത് ഞാൻ 3ാമത്തെ ഷോർട്ട് ഫിലിമിലാണ് മനസ്സിലാക്കിയത്. ഓരോ ഷോർട്ട് ഫിലിം കഴിയുമ്പോഴും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട്, ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചിട്ട് എന്ത് കോഴ്സും അല്ലെങ്കിൽ എന്ത് കോഴ്സും അതിൻ്റേതായിട്ടുള്ള ജോലി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കാനും അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഐഡിയ തരാനായിട്ട് ഇപ്പോൾ പഴയ പോലെ വർക്ക്ഷോപ്പിലൊക്കെ പോയി ജോലിക്ക് പോയിട്ട് അവിടുന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഒരു 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച അറിവും നമ്മുടെ ബുദ്ധിയും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് സിനിമ ചെയ്യാൻ പറ്റും. പലതിലും എനിക്ക് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് എനിക്ക് പ്രശ്നം. എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കുക. ഇപ്പം ലെൻസുകൾ എന്താണ്, ലെൻസുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും മെയിൻലി നമ്മൾ എഴുതിയ ഒരു തിരക്കഥ, ആ പേപ്പറിലിരിക്കുന്ന ആ സാധനം എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള ഒരു അറിവിൻ്റെ പ്രശ്നമാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യണം, അതിനെന്തൊക്കെ വേണമെന്നുള്ളത്, അത് ഇവിടെ നിന്നിട്ട് ഞാനത് പഠിച്ചു. അതിന് ഞാൻ ഇത്രയും കാലം എടുത്തു അത് തിരിച്ചറിയാനായിട്ട്. ഈ കോഴ്സിൽ നിന്ന് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് ഉണ്ടായി, ബോബി സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷനാണ് വന്നിട്ടുള്ളത്, നിതിൻ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, സന്തോഷ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിലൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കാണ്, അതിൻ്റെ ആ കോഴ്സ് അക്കാദമിക് ആയിട്ടുള്ള ആ ഒരു പഠനം അത് ഏറ്റവും വലിയതാണ്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് ഇനി ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കിട്ടി. അതിന് ഞാൻ സ്പെഷ്യലോട് നന്ദി പറയുകയാണ്. സാർമാർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും സുഹൃത്തുക്കളും നേരുന്നു.